ഹായ് അസ്സാം വലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ആട്ടോ. കാരണം എന്നെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ആ മുടി ചുറ്റണ കാരണം മുടി സ്ട്രൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എന്തായാലും ലാലും ഇടക്കും തലക്കൊക്കെ പോയി സ്ട്രൈറ്റ് ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ വെറുതെ ഇടക്കും തലക്കും 800 ഇങ്ങനെ കൊണ്ടേ കൊടുത്ത് കളയണ്ടല്ലോ ഇരുതിയിട്ട് ലാലിനോട് പറഞ്ഞ് ഇങ്ങനെ ഞാനൊരു വിധമുള്ള സാധനങ്ങളൊക്കെ മീഷോന്ന് വാങ്ങുന്ന ആളായതുകൊണ്ട് ലാലിനോട് പറഞ്ഞ് ഇതൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അത് സംഭവം ഏതായാലും ഓർഡർ ചെയ്ത് കൈക്ക് കിട്ടിയപ്പോഴാണല്ലോ ലാലു വരയിലില്ല കേട്ടോ. ലാലു കടയിൽ പോയത്. അപ്പോൾ 8:30 ആവും വരാൻ. പിന്നെ ലാലുവിന് കാത്തുകളാൻ ക്ഷമയില്ലാത്ത കാരണം കിട്ടിയ സ്പോട്ടിൽ തന്നെ ഞാൻ പൊട്ടിച്ച് എൻ്റെ തലമ തന്നെ പരീക്ഷണം നടത്തിയിട്ടാ. പിന്നെ ലാലു കടയിൽ നിന്ന് വന്നപ്പോൾ സമാധാനമില്ല. അപ്പോൾ രാത്രി 10 മണിക്ക് ശേഷം ഞാൻ ലാലുവിനെ കൊണ്ട് ഇത് ലാലുവിൻ്റെ തലയിൽ ഈ പരീക്ഷണം ചെയ്ത് നോക്കിട്ടാ. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ കണ്ടോളിട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ലാലുവിൻ്റെ തലമ്പ് ഒരു പരീക്ഷണം കേട്ടോ. എന്താ പരീക്ഷണം തന്നെ ഇതാ മുടി സ്ട്രൈറ്റ് ചെയ്ത് മെഷീൻ ഇത് ആദ്യമായിട്ട് കഴിഞ്ഞിട്ട് അല്ല ആദ്യമായിട്ടല്ല സോറി ഇന്ന് പറമ്പ് കുറച്ചൊക്കെ തെറ്റുണ്ടാവും. അപ്പം എന്താണ് ലാലുവിൻ്റെ തലമ്പ മുടി സ്ട്രൈറ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെ ഉണ്ടാവുന്നാവട്ടെ. പുള്ളിയെ ലാലുവിൻ്റെ നെറ്റി പൊള്ളുള്ളൂ അല്ലെങ്കിൽ മുടി കരി എനിക്കറിയുന്നിട്ടില്ല. ആദ്യമായിട്ട് ചെയ്ത് നോക്കട്ടെ. എൻ്റെയും ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം കുറേ സെറ്റ് എൻ്റെ ഇവിടെ ചുരുണ്ട മുടി ഇരുന്നിട്ടാ. ഒന്നും വലിയ കുഴപ്പമില്ലാതായിട്ട് ക്രീം വേങ്ങിയിട്ടില്ല കേട്ടോ. ക്രീം ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ അത് കേക്ക് കിട്ടിയപ്പം എന്തായാലും ചെയ്ത് നോക്കാൻ നിർത്തിയിട്ടാ. അപ്പോൾ പരീക്ഷണം നോക്കിയാലോ. വരില്ല. അപ്പോൾ എന്തായാലും ലാലുവിൻ്റെ മുടിമ ചെയ്ത് നോക്കട്ടെ. ലാലുവിൻ്റെ തച്ചട്ടതാവട്ടെ. 800 ലാഭം നോക്കിയിട്ട് ലാസ്റ്റ് അതിലും വലിയ പൈസ കൊണ്ടുപോയി പൊട്ടിച്ചോണ്ടിരുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ലാലു എന്തിനാണ് ആദ്യം തന്നെ ചിരിച്ചത് വെച്ചാൽ ലാലു ഞാനിവിടെ ഫോണിങ്ങനെ ബെറ്റിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലാലുവിനോട് ഞാൻ പറഞ്ഞാൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലു അപ്പുറം പോയിരിക്കട്ടെ. അങ്ങനെ 1-2 പറഞ്ഞിട്ട് തല്ലു വീഡിയോ കേട്ടോ കണ്ടിരുന്ന ആദ്യം. അപ്പോൾ വീഡിയോയിൽ ഇരുന്നപ്പോൾ ആദ്യം തന്നെ ലാലു കളാക്കിട്ടോ. അപ്പം നമുക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്ക് പേടി ഉണ്ടാകാൻ ചെയ്യുന്നത് ചെറുതായിട്ട് അന്നാ നമ്മളപ്പോ വിശ്വാസം തീരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ഇതിനുള്ള പ്രതികാരം ഞാൻ മുടി കരിച്ചിട്ടേ പ്രതികാരം കിട്ടും. ലാലുവിനാണെങ്കിലും നല്ല പേടിയുണ്ട് കേട്ടോ. പിന്നെ മനല്ല മനസ്സോടായിട്ട് ഇരുന്നേക്ക്. ഞാനാണെങ്കിലും ലാലുവിനെ പിടിച്ചു കൊടുത്ത് എത്തിയതാട്ടാ. ലാലുവിനാണെങ്കിലും ക്രിക്കറ്റ് കളി കാണാനായിട്ട് ബേജാറായിക്കണം. അതിങ്ങോട്ട് ഓണാക്കിയാൽ നേരെ 11:30 വരെ അത് കണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ ആൾ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തിന് വരിക പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് പിടിച്ചിരുത്തിയ കേട്ടോ. അപ്പം ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കും, കിടക്കാൻ പറയുമ്പോൾ ഇരിക്കും. അങ്ങനെ വെള്ളം അടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയ കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യ മെഷീൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാ. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ചെയ്തുതരാം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ പൊട്ടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ലാലു നല്ല പേടിയുണ്ട്. അങ്ങനെ പിന്നെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞാൻ ചെയ്യുന്ന പറഞ്ഞിട്ട് നിർബന്ധിച്ചിരുത്തിയ കേട്ടോ. അങ്ങനെ എന്തായാലും ചൂടായോന്നൊക്കെ നോക്കിയിട്ടാ. അങ്ങനെ ചൂടൊക്കെ ആയപ്പോൾ വല്ല ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താവുമെന്ന് അറിയില്ലല്ലോ. ഇതെങ്ങനെയാലും കൊള്ളായാലും എൻ്റെ തല ഉരും ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു പേടി ഉണ്ടേനും. പിന്നെ എന്തായാലും ശരിയായി വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ചെയ്യും തോറും നമ്മൾ കാട്ടുന്ന അതേ ലുക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ മുടി. പിന്നെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഈ മുടി സ്ട്രൈറ്റ് ചെയ്യണതൊക്കെ. പക്ഷേ എനിക്കെന്താ അത്ര ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഈ ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് നീണ്ട മുടി ആവാനല്ലേ കാരണം ഇഷ്ടം എന്ന മാതിരി തന്നെ കേട്ടോ. എനിക്കും എൻ്റെ മുടി ഇങ്ങനെ നൂഡിൽസ് മാതിരിയുള്ള മുടി എന്നിട്ട് ചെറിയതായിരുന്നു. ഞാൻ 5-ൽ 6-ലായിട്ട് പഠിച്ച ടൈമിൽ ഇങ്ങനെ കുഞ്ഞമ്മേൻ്റെ മോൻ ഇതേമാതിരി എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മുടി ചുരുണ്ട കാരണം എത്ര നീണ്ടാലും നമുക്ക് തോന്നും കുറച്ച് മുടിയുള്ളൂ. അങ്ങനെ നീർത്തി വന്നപ്പോൾ എൻ്റെ ഊരൻ്റെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുടി. എന്നിട്ട് അത് നീർത്തി വന്ന സ്പോട്ടിൽ തന്നെ എൻ്റെ അമ്മ എന്താ കെട്ടി അന്നെന്തോ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ തോന്നുന്നുണ്ട്. അതിനെന്താ അമ്മായിൻ്റെ പെരക്കാർ വരികയാണ്. അപ്പോൾ എൻ്റെ അമ്മ അത് നീർത്തിയ പാടനെ എൻ്റെ മുടിയോട് മടഞ്ഞിട്ടെന്ന്. മുടി മടഞ്ഞിട്ട പിന്നെ പറയണ്ടല്ലോ അതേമാതിരി ചുരുണ്ട് വന്നിട്ടാ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഓനന്ന് ക്രീമൊന്നും തേച്ച് തന്നിട്ടില്ല. കാരണം നമ്മൾ ചെറുപ്പക്കാരല്ലേ ചെറിയ കുട്ടികളാണ് പറഞ്ഞിട്ടൊന്നും ഞാൻ തേച്ച് തന്നില്ല. ഓനൊക്കെ തേച്ച് തന്നിട്ട് ഒരുമാതിരി മണട്ടാ ക്രീമിനും. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ചെയ്തിട്ടില്ല. അതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ പൂതി വരൽ തുടങ്ങിയിട്ട് അങ്ങനെ സ്ട്രൈറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഈ മുണ്ട് ചുറ്റുന്ന കാരണം സ്ട്രൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മളെ മുണ്ടിൻ്റെ ഉള്ളിൽ പോകുമല്ലോ. പിന്നെ എൻ്റെ മുന്നിലാണല്ലോ മുടി ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ നിൽക്കണ കാരണം ഇങ്ങനെ വല്ല തിരമാല അടിച്ചിട്ട് മാതിരി മുന്നിൽ തന്നെ നെറ്റത്തുണ്ടാവും ഇങ്ങനെ ചുരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് നിർത്താൻ നല്ല പൂതി ഉണ്ടായിരുന്നു. പിന്നെ ലാലു ഓർഡർ ചെയ്യാൻ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഓർഡർ ചെയ്യാനുള്ള കാരണം തന്നെ അതാട്ടോ. നമുക്ക് ഇടയ്ക്കൊന്നും നമ്മളെ പൂതിക്കൊക്കെ മുടി സ്ട്രൈറ്റ് ചെയ്യാമല്ലോ. പെരൻ്റെ ഉള്ളിലേലും കേടാട്ടി നടക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇതാക്കിയ കേട്ടോ. അപ്പോൾ ഞാനും ഇത് കിട്ടിയ സ്പോട്ടിൽ തന്നെ കുറച്ച് എൻ്റെ മുടി ഇങ്ങനെ മുന്നത്തെ മാത്രം ചെയ്ത് നോക്കി. അപ്പോൾ നീർന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ലാലുവിനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നും നല്ല സാധനമൊക്കെ തന്നെയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലാലുവിനെ പിടിച്ചിരുത്തിയ കേട്ടോ.
എന്തായാലും കുറേയൊക്കെ ശരിയായി വരുന്നുണ്ട് ട്ടാ. അപ്പം ഞാൻ ഓരോന്ന് കാട്ടും. ലാലുവിനാണല്ലോ ബാക്കിൽ ചെയ്യുമ്പോൾ ലാലു പറയും ബാക്കിലല്ല മുന്നിലാണ് കാണുന്ന ഭാഗം അവിടെ നല്ലത് ചെയ്യാറ്. എത്ര നിർത്തി കൊടുത്തിട്ടും ലാലുവിന് ഇങ്ങനെ ഇഞ്ഞു അവിടെ മുന്നേ തന്നെ സ്ട്രൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതാട്ടോ. അങ്ങനെ പിന്നെ നിർത്തി എന്തായാലും സംഭവം സെറ്റായിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഇനി നിർത്തിയാൽ വേണമെങ്കിൽ ഇനി കരി നിങ്ങളെ മുടിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സ്ട്രൈറ്റ് ചെയ്യലൊക്കെ നിർത്തി. പിന്നെ ക്രീം ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്രീം അങ്ങനെ അത്ര നല്ലതല്ല, ഓർഡർ ചെയ്ത ക്രീം എന്താ മുടി പൊട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരാതി കേട്ടപ്പോൾ പിന്നെ ഞാനത് ക്യാൻസലാക്കിയിട്ടാ. പിന്നെ ഞാൻ ലാലുവിനോട് പറഞ്ഞു എവിടേക്കെങ്കിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, നല്ല സെറ്റ്. ഇത് പിന്നെ നമ്മൾ എപ്പോഴും മുടി സ്ട്രൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര കേടാട്ടോ, നമ്മൾ മുടി ഇങ്ങനെ ചൂടാക്കിയല്ലേ. അപ്പം ഞാൻ പറയുന്നിട്ട് തലയ്ക്ക് കേടാണ്, ഇത് എപ്പോഴൊന്നും ചെയ്യരുത്, മതി, ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കും പോകണില്ല കടക്കാനല്ല ഇപ്പം ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് ശരിയായിക്കണം, സമാധാനം, ഇനി കിടന്നുറങ്ങാറ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എന്ത് സാധനം ഓർഡർ ചെയ്താലോ അല്ലെങ്കിൽ വാങ്ങിയാലോ ആ ഒരു സാധനം എങ്ങനെ ഉണ്ട് നോക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. പിന്നെ ഒരു സമാധാനക്കേടായിക്കാരം. അങ്ങനെ കേട്ടോ ഞാൻ ഈ രാത്രി ലാലുവിനെ പിടിച്ചിരുത്തിയിട്ട് മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കണം. ലാലു വീർച്ചുകൊണ്ടാട്ടെ ഇരിക്കണേ. ലാലുവിനെ ഇങ്ങനെ ക്രിക്കറ്റ് കളി കാണാനായിക്കാതെ ഞാൻ ഈ പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ ഇത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലാലുവിനെ നിർത്താനും തോന്നില്ല കേട്ടോ. ലാലു പറയും ഇനിയും ചെയ്യും അവിടെ വൃത്തിയായിട്ടില്ല ഇവിടെ വൃത്തിയായിട്ടില്ല പറഞ്ഞിട്ട് മുടി ആകെ സ്ട്രൈറ്റ് ചെയ്യിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ എന്തായാലും നമ്മൾ വിചാരിച്ച മാതിരിയൊക്കെ ആയിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ ചെയ്തിട്ട്. ക്രീം തേക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പറയുന്ന പരിപാടിക്കൊക്കെ ചെയ്താൽ മതി, എപ്പോഴൊന്നും ചെയ്യരുത് എന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ മുടിയായിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാട്ടാട്ടോ. അപ്പോൾ ലാലു ഒരു ചീത്ത പറയും. അപ്പോൾ അധികം വാശിക്ക് ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്തത് കൊളാക്കാട്ടോ. അതിനാട്ടെ ലാലു തീർച്ച് പിന്നെ ലാസ്റ്റ് തല്ലായിട്ടാ രണ്ടാളും കൂടി. പിന്നെ എന്തായാലും ലാലുവിൻ്റെ അടുത്ത് ചീർപ്പ് കഴിഞ്ഞിട്ട് ലാലുവിനെ വാർന്നിട്ടാ. പിന്നെ സ്ട്രൈറ്റ് ചെയ്തൊക്കെ വെറുതെ ആവുന്ന ലാലുവിന് മനസ്സിലായതുകൊണ്ട് ലാലു വേഗം വാർന്ന് ശരിയാക്കിയിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും റോസ്മേരി വാട്ടർ അടിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചാൽ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാനാട്ടോ ഇത് തുടക്കം വെച്ചത്. പക്ഷേ ഞാൻ കുറച്ചൊക്കെ അടിച്ചിട്ട് പിന്നെ ഞാൻ നിർത്തിയിട്ട് എനിക്ക് മടിയാട്ടോ. പിന്നെ എൻ്റെ കൈക്കുള്ള കറുപ്പ് എന്താ വെച്ചാൽ ഇതിങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു ചീർപ്പാട്ടോ. അത് എൻ്റെ ഉപ്പിട്ട് റോസ്മേരി വാട്ടർ കഴിഞ്ഞപ്പോൾ ഓൾക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന കേട്ടോ, ഇപ്പാക്ക് വേണ്ട പറഞ്ഞിട്ട്. അങ്ങനെ ലാലുവിന് കേട്ടോ അത് ഉപകാരമായത്. ലാലു ഇത് രാവിലെ രാത്രി ഒക്കെ ഇതിങ്ങനെ റോസ്മേരി വാട്ടർ അടിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ലാലുവിന് നെറുവിലൊക്കെ മുടി കമ്മിയായിരുന്നു കേട്ടോ. കമ്മി വെച്ചാൽ ഇങ്ങനെ ഉള്ളുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറേയൊക്കെ മുടി സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ലാലു ഇത് കുപ്പി കഴിയും തോറും ലാലു ഇങ്ങനെ കൊടുന്ന് നോക്കും കേട്ടോ. അവിടെ ഇത് സ്റ്റോക്ക് ആട്ടോ, ഇവിടെ കഴിയാനായിക്കില്ല. അപ്പോൾ കാക്കു കൊണ്ടുപോകാൻ കുറേ കുപ്പികളുണ്ട് കേട്ടോ ഇവിടെ റോസ്മേരി വാട്ടറിൻ്റെ. അപ്പോൾ ലാലു ഇങ്ങനെ പറയുന്നത് സൂപ്പറാണ് എന്നൊക്കെ കേട്ടോ. എനിക്ക് പിന്നെ മടിയായ കാരണം ഞാൻ ലാലു അടിച്ചുമ്പോൾ അവിടെ പോയിരിക്കും, എനിക്കും അടിച്ചട്ടിയാണ് കേട്ടോ. അങ്ങനെ കേട്ടോ എൻ്റെ തലയിൽ അത് അടിച്ചുള്ളൂ. ഞാൻ തന്നെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ലാലുവിൻ്റെ മുടിയൊക്കെ ആകെ ചുരുട്ടി കൊടുത്തിട്ട് അങ്ങനെ റോസ്മേരി വാട്ടർ ഇതാക്കിയിട്ട് ആകെ ചിന്നി ചിതറാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.